ഹലോ, ഞാൻ ജസ്റ്റിൻ ജോസഫ്. ഞാൻ എൻ്റെ വീട്ടിലെ അവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഞാൻ 6 ദിവസമായിട്ട് ഇപ്പോൾ ക്യാമ്പിലാണ്. 13-ാം തീയതി ഞാൻ ക്യാമ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഈ വീട്ടിലെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അറിയാണ്ട് വന്നതാണ്. ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. ഹാളിലെ വെള്ളമൊക്കെ ഇറങ്ങി, ഹാളിൽ ടൈലെല്ലാം പൊട്ടി പാളിസായി കിടക്കുവാണ്. ആ കാണുന്ന ഹോം തിട്ടാണ്. അതൊക്കെ വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ട്, പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ ഞങ്ങൾ പൊക്കി വെച്ചിട്ടാണ് പോയത്. തിരിച്ച് വന്ന് ഇന്ന് വന്ന് ഞങ്ങൾ താത്ത് വെച്ചാണ്. നല്ല വെള്ളപ്പൊക്കം, അതുകൊണ്ട് ഫ്രിഡ്ജൊക്കെ മുങ്ങിക്കാണും. ആ ഒരു കട്ടര പുറത്താണ് ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ട് പോയത്. ഇതെൻ്റെ മുറി. എൻ്റെ മുറിയിലെ വെള്ളം ഇപ്പോഴും കംപ്ലീറ്റ് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും കട്ടിലടി നിറയെ വെള്ളം കിടപ്പുണ്ട്. അതായത് നമ്മുടെ കണ്ടത്തിൽ ചിളമ്പിച്ച് കിടക്കത്തില്ലേ, ചെളിയായിട്ട് കിടക്കുന്നത്. അന്ന് പറഞ്ഞാൽ എൻ്റെ കട്ടിൻ്റെ അടിവശം കിടക്കുന്നത് നോക്കി, ചിളമ്പുണ്ട, നല്ല ചെളിയല്ലേ. അത് കണക്ക് ചിളമ്പായിട്ടുണ്ട്, വെള്ളം കയറി ഒരു പരുവായിട്ടുണ്ട്. എൻ്റെ മുറികളൊക്കെ തറയാളും ഭിത്തിയാളും എല്ലാം ഒരു പരുവായിട്ടുണ്ട്. അടുത്ത മുറി ഇത്. ഈ മുറിയിലെ വെള്ളം കംപ്ലീറ്റ് ഇപ്പോഴും പോയിട്ടില്ല. നിറയെ വെള്ളം ഇപ്പോഴും കിടപ്പുണ്ട്. തുണിയൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഞങ്ങൾ കട്ടിൽ മാക്സിമം പൊക്കി വെച്ചിട്ടൊക്കെയാണ് പോയത്. ഇതാണ് ഞങ്ങളുടെ അടുത്ത മുറിയിലെ പരുവം. ഞങ്ങളിനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പണിയാണ്. നല്ലൊരു പണിയെടുത്താലേ ഉള്ളൂ ഞങ്ങളുടെ മുറിയും വീടുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയായി കിട്ടത്തുള്ളൂ. പക്ഷെ എത്രയൊക്കെ വൃത്തിയാക്കാൻ ശ്രമിച്ചാലും ഇനി പഴയാണെങ്കിൽ വൃത്തിയായി കിട്ടത്തില്ല. അതാണ് കാരണം വെള്ളം പൊങ്ങി പെരയ്ക്കകത്തൊക്കെ വെള്ളം കയറി നശിച്ചു പോകുന്നുണ്ട് വീട് മൊത്തത്തോടെ. ഇനി ഇത് പൊളിച്ച് പണിയാനേ പറ്റത്തുള്ളൂ. ഇത് ഞങ്ങൾ ഇനി എന്നൊക്കെ പോളിഷ് ചെയ്തെടുത്തിലും ഭംഗിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കണക്ക് കോലം കിട്ടുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അടുക്കളയിലെ കോലം കിട്ടില്ല. അടുക്കളയിലെ വെള്ളമൊക്കെ ഇറങ്ങി കേട്ടോ. അടുക്കള വെള്ളം കംപ്ലീറ്റ് ഇറങ്ങിപ്പോയി. ഹാളിലെയും വെള്ളം കംപ്ലീറ്റ് ഇറങ്ങിപ്പോയി. മുറികളിലെ വെള്ളമാണ് ഇപ്പോൾ ഇറങ്ങാത്തത്. ഞങ്ങളുടെ പെരക്കി ചുറ്റും നല്ല വെള്ളം കേട്ടോ. ഇപ്പോഴും വെള്ളം കിടപ്പുണ്ട് പെരക്കി ചുറ്റും. അടുക്കള ഭിത്തിയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇതാണ് അടുക്കളയിലെ കോലം. ഇനി അടുത്ത മുറി കാണിച്ചു തരാം. അടുത്ത മുറിയിലെ വെള്ളവും കംപ്ലീറ്റ് പോയിട്ടില്ല. ഇപ്പോഴും വെള്ളം പകുതിയോളം കിടപ്പുണ്ട്. ഈ കുറച്ച് വെള്ളം ഇറങ്ങിപ്പോയിട്ടുള്ളൂ. ഇതാണ് അടുത്ത മുറി. ഈ മുറിയിലെ പരുവം കണ്ടു. ഇത് ഒരുമാതിരി കണ്ടത്തിലൊക്കെ ചെളിയൊക്കെ കിടക്കത്തില്ല. അതായത് കിളച്ചിട്ട് നടക്കാണ് ഇപ്പം കിടക്കുന്നത്. ഭിത്തിയിരിക്കുന്നുണ്ടല്ലോ, തറയൊക്കെ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലെ വെള്ളം കയറി ഇറങ്ങിയ ഇപ്പോഴത്തെ അവസ്ഥ.